നമുക്കെല്ലാവർക്കും ഇവിടെ ഒളിച്ചിരുന്ന് കാണാം. ഇപ്പോഴയാളിങ്ങ് വരും. ആ 2 പക്ഷികളും പറഞ്ഞത് കേട്ട് എല്ലാവരും അവരവരുടെ ചില്ലകളിൽ കയറിയിരുന്ന് ശാന്തമായി ചുൻമുന്നിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ചുൻമുൻ ഉടനെ ഗോൾഡിയെയും വിളിച്ചു. അപ്പോൾ ഗോൾഡി ഒരു നിമിഷം കൊണ്ട് അവിടേക്ക് വന്നു. പറയൂ കുഞ്ഞെ, നിനക്ക് എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂ. എനിക്ക് വിശക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ തത്തരാജാവിന്റെ ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് എനിക്ക് നിങ്ങൾ തരുമോ? ആ, ഉറപ്പായും. എന്നാൽ ഞാനെങ്ങനെ വിശ്വസിക്കും നിങ്ങൾ സത്യമാണ് പറയുന്നതെന്ന്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തത്തരാജാവിന്റെ കയ്യിൽ നിന്നും ഞാനാണ് ഭക്ഷണം മോഷ്ടിച്ചത്. പിന്നെ ആ കുറ്റം മോനുവിന് നിരയമാക്കി. ഇതെല്ലാം ചെയ്തത് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നാണ്. നീ ഈ ചെറിയ കൂട്ടിൽ താമസിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വന്നു. ഇത് എല്ലാം കേട്ടതും ചില്ലയിലിരുന്ന രാജാവിന് ഒരുപാട് ദേഷ്യം വന്നു. അതിനുശേഷം എല്ലാ പക്ഷികളും താഴെയുള്ള ശിഖരത്തിൽ വന്നിരിക്കുകയും ചെയ്തു. അവരെ എല്ലാവരെയും കണ്ടതും ഗോൾഡി പേടിച്ചുപോയി. തത്തരാജാവേ, താങ്കൾ? അതെ, നാം തന്നെ. നാം എല്ലാം കേട്ടുകഴിഞ്ഞു. നീ ഭക്ഷണം മോഷ്ടിച്ചിട്ട് കുറ്റം ടീനുവിന്റെ നേരെയുമാക്കിയോ? അത് കഴിഞ്ഞ് അദ്ദേഹം ടീനുവിനോട് പറഞ്ഞു, ടീനു പക്ഷി, എന്നോട് ക്ഷമിക്കൂ. അന്ന് ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചില്ല. പിന്നെ കുട്ടികളെ, നിങ്ങളുടെ ഈ ബുദ്ധി കാരണമാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. സബാഷ്. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. പിന്നെ ഗോൾഡി, നീ എന്റെ കൂടെ വാ. കുറച്ചുനാൾ തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ നന്നായിക്കോളും. തത്തരാജാവ് ഗോൾഡിയെ അദ്ദേഹത്തോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഗോൾഡിയെ തുറുങ്കലിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു പ്രശ്നവുമില്ലാതെ ടീനുവും ചുൻമുന്നും പിന്നെ 2 സഹോദര പക്ഷികളും സന്തോഷത്തോടെ ജീവിച്ചു.